ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ മൂസി. ഇന്ന് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീടുകളിൽ യൂസ് ചെയ്യുന്ന കട്ടിംഗ് ബോർഡ് അഥവാ ചോപ്പിംഗ് ബോർഡ് എങ്ങനെ വളരെ എളുപ്പകരമായി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ക്ലീൻ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ്. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ക്ലോറക്സ് മാത്രമാണ്. മറ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെയും ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ കട്ടിംഗ് ബോർഡ് എടുക്കുന്നു. കട്ടിംഗ് ബോർഡ് ഡ്രൈ ആണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. അതിനുശേഷം കിച്ചൺ ടിഷ്യൂ യൂസ് ചെയ്തതുകൊണ്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലൂടെ വിരിക്കുക. ആഫ്റ്റർ ദാറ്റ് ഒരൽപ്പം ക്ലോറക്സ് ഉപയോഗിച്ചുകൊണ്ട്, ഒട്ടും തന്നെ ഡൈല്യൂട്ട് ചെയ്യാത്ത പ്യുവർ ക്ലോറക്സ് യൂസ് ചെയ്തുകൊണ്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മുഴുവനായി ടിഷ്യൂവിൻ്റെ മുകളിലൂടെ അപ്ലൈ ചെയ്യുക. ക്ലോറക്സ് ഉപയോഗിക്കുമ്പോൾ ടൈലിലോ മറ്റോ വീഴാതെ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ടൈലിൽ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ കളർ പോകുവാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ കട്ടിംഗ് ബോർഡ് മുഴുവൻ ക്ലോറക്സ് അപ്ലൈ ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ലീവ് ഇറ്റ് ഫോർ 1 hour. 1 മണിക്കൂർ സമയത്തേക്ക് അത് അങ്ങനെ തന്നെ വെക്കുക. ആഫ്റ്റർ 1 hour ഒരു കത്തി ഉപയോഗിച്ചോ മറ്റോ കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലുള്ള ടിഷ്യൂ വൈപ്പ് ചെയ്ത് കളയുക. ക്ലോറക്സൊക്കെ കയ്യുമ്മ ആവാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അതിനു വേണ്ടിയാണ് ഞാനിവിടെ കത്തി യൂസ് ചെയ്തത്. ഇവിടെ കിച്ചൺ ടിഷ്യൂ ഉപയോഗിക്കുവാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, ബിക്കോസ് ക്ലോറക്സ് ഒലിച്ചു പോകുവാതെ 1 മണിക്കൂർ കട്ടിംഗ് ബോർഡിൽ തന്നെ ഇരിക്കുവാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മൾ മറ്റു തേച്ച് ഉരച്ച് കഴുകുകയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓൾറെഡി എല്ലാ അഴുക്കും ഈ ടിഷ്യൂ വലിച്ചെടുത്തിട്ടുണ്ടാകും. ഒറ്റ അഴുക്ക് തന്നെയും ഈ കട്ടിംഗ് ബോർഡിൽ ഉണ്ടാവുകയില്ല. ആഫ്റ്റർ ദാറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു അഴുക്ക് തന്നെയും ഈ കട്ടിംഗ് ബോർഡിൽ കാണുന്നില്ല. ഇറ്റ്സ് എ റിയൽ ടെക്നിക്. പ്രത്യേകിച്ച് ഒരു എഫേർട്ടും തന്നെ എടുക്കാതെ നമുക്ക് ഈസിയായി കട്ടിംഗ് ബോർഡ് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും നേരം ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. വൺസ് അഗൈൻ താങ്ക് യു എവരിവൺ.